ഹലോ ഫ്രണ്ട്സ്, കുടുംബശ്രീ ശാരദയുടെ ഓൺ റിവ്യൂ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ മധുശ്രീ കാർത്തികനെ ഓരോന്നും ഭീഷണിപ്പെടുത്തിയിട്ട് അവളുടെ അടുത്തേക്ക് കൊണ്ടുവരികയാണല്ലേ. അപ്പോൾ വന്നിട്ട് പറയും, നീ ഇപ്പം എങ്ങനെയാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്, അത് ഇരട്ടയായി അഭിനയിക്കണം. അത് പറഞ്ഞാൽ നമ്മുടെ വിഷ്ണുവിൻ്റെ യഥാർത്ഥ ഭാര്യയായിട്ട് നിങ്ങൾ ശാരീരിക ബന്ധം ഒക്കെ ആയിട്ടും അത് അങ്ങനെയൊക്കെ നമ്മുടെ ശാലിനിക്ക് തോന്നണം. അതുപോലെ നീ അഭിനയിക്കണം. എന്നിട്ട് അവൾ ആ ഒരു അവൻ്റെ ലൈഫിൽ നിന്ന് പോകണം. എനിക്ക് അതാണ് വേണ്ടത്. അല്ലെങ്കിൽ ഞാൻ ഇപ്പം സത്യമേനെ വിളിച്ചിട്ട് കാര്യങ്ങളെല്ലാം പറയും. വേണ്ട വേണ്ട മധുശ്രീ, വേണ്ട, ഞാൻ ചെയ്തോളാം, എന്ത് വേണമെങ്കിലും ചെയ്തോളാം പറഞ്ഞിട്ട് പറയണം. എന്നാൽ നീ ഇതുപോലെ ചെയ്തു പറഞ്ഞ് നിൻ്റെ ഹർഷൻ്റെ കൂടെ നീക്ക് USA പോവാൻ, ഞാൻ അതിനുള്ള ഏർപ്പാടെല്ലാം ചെയ്തു തരാൻ പറഞ്ഞിട്ട് അവൾ പറയണ ആ ഒരു വലയിൽ നമ്മുടെ കാർത്തിക് കുടുങ്ങുകയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്ന സീന് വന്നിട്ട് നമ്മുടെ ശാലിനി ആകെ ഷോക്കായി. എന്താ ചെയ്യേണ്ടത്, ആൾ മരിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതിലാണ് നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ റോട്ടിൽ കൂടെ ഇങ്ങനെ നടന്നു വരികയാണ്. അമ്മ അവളെ തെരഞ്ഞ് നടക്കണം. അമ്മ അവളെ കണ്ടതും മോളെ ശാലിനി പറഞ്ഞിട്ട് പോവാണ് കേട്ടോ. അപ്പോഴേക്കും വേറൊരു വണ്ടി വന്നിട്ട് അവളെ ഇടിച്ച് അങ്ങോട്ട് മറിച്ചിടുകയാണ് കേട്ടോ. അത് കാണുമ്പോൾ എന്താണ് സത്യമന് ശാലിൻ്റെ അമ്മയ്ക്ക് പറ്റണേയില്ല. മോളെ പറഞ്ഞിട്ട് കരഞ്ഞിട്ട് ഓടി അവളുടെ അടുത്തേക്ക് വരികയാണ് കേട്ടോ. എന്നിട്ട് അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്ന സീൻ വന്നിട്ട് നമ്മുടെ അതൊരു സ്വപ്നമായിരുന്നു. നമ്മുടെ വിഷ്ണു ശാലിനി ഇങ്ങനെ ഓർത്ത് കിടന്ന് അവൾക്ക് ആക്സിഡൻറ്റ് പറ്റുന്നത് സ്വപ്നം കണ്ട് അവൻ നെട്ടി എണീക്കുകയാണ് കേട്ടോ. അത് കണ്ടിട്ട് നമ്മുടെ കാർത്തിക് ചോദിക്കും, എന്താ വിഷ്ണു ഏട്ടാ, എന്താ പറ്റി, എന്താ കാര്യം പറയുന്നുണ്ട് പറയണേ. എൻ്റെ ശാലിനിക്ക് ആക്സിഡൻ്റ് ആയി, കാർ ഇടിച്ചു പറഞ്ഞിട്ട് പറയണം. അപ്പം അതൊക്കെ കേൾക്കുമ്പോൾ സത്യാമ്മയും അനിയത്തിയൊക്കെ വരികയാണ് കേട്ടോ. എന്നിട്ട് എന്താ നിനക്ക് പറ്റിയത്, എന്താ പറ്റിയത് ചോദിക്കണം. അപ്പം ശാലിനിക്ക് ആക്സിഡൻ്റ് ആയി അമ്മയെ പറഞ്ഞിട്ട്, നീ ഇപ്പോഴും അവളെ കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുന്നത്, എനിക്കൊരു ഇപ്പോൾ ഭാര്യയുണ്ട്, നീ എന്താ ഇങ്ങനെയൊക്കെ, സ്വപ്നം കാണാനും പറ്റില്ല, സ്വപ്നം തടയാൻ പറ്റുമോ പറഞ്ഞിട്ട് സത്യാമ്മയുടെ നമ്മുടെ വിഷ്ണു ചൂടാവാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നീ അതൊന്നും ഓർക്കണ്ട, നീ മിണ്ടാണ്ട് കിടക്ക് പറഞ്ഞിട്ട് അവനെ കിടത്തിയിട്ട് കാർത്തികിനെയും കൂട്ടിയിട്ട് പോയിട്ട് കാർത്തിക് കുറച്ച് ഉപദേശമൊക്കെ കൊടുക്കണം. അവൻ എന്താണ് ശാലിനെ കുറിച്ച് പറയും, പക്ഷെ നീ ആ ഒരു സമയത്ത് നിൻ്റെ ഒരു സ്നേഹം അവനിക്ക് കൊടുക്കണം, അല്ലെങ്കിൽ പിന്നെ അവന് അതിക്ക് തന്നെ പോകും പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്നും പറഞ്ഞിട്ട് അവളെ പിരിയേറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സിനിമയുടെ നമ്മുടെ മധുശ്രീ കാർത്തികിനെ വിളിച്ചിട്ട് ഇങ്ങനെ ഓരോന്ന് പിന്നെയും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നീ ഇങ്ങനെ ചെയ്ത് എല്ലാ കാര്യങ്ങളും എൻ്റെ അടുത്ത് പറയണം, അപ്പം നടക്കണം, അപ്ഡേറ്റ് ആയിട്ട് എല്ലാം എൻ്റെ അടുത്ത് കാര്യങ്ങൾ പറയണം പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവളാണെങ്കിൽ ആ ഒരു വലയിൽ കുടുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കാണിക്കുന്ന സീൻ വന്നിട്ട് നമ്മുടെ വിഷ്ണു ശാലിനിയെ കാണാൻ വിഷ്ണു പേടിച്ചിട്ടിരിക്കുകയാണ്. അവൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാകുമോ പറഞ്ഞിട്ട്. എന്നിട്ട് വേഗം അവളുടെ വീട്ടിലേക്ക് പോകണം കേട്ടോ. വീട്ടിനുള്ളിൽ കയറുന്നില്ല, വെളിയിൽ തന്നെ നിൽക്കണം. അപ്പോൾ അവിടെ അവളുടെ ഒരു ഫ്രണ്ട് ഉണ്ടാകും. ആ ഫ്രണ്ട് ഇങ്ങനെ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയും അന്ന് എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടന്നപ്പോൾ സത്യൻ്റെ അച്ഛനാണെന്ന് പറഞ്ഞിട്ട് രോഹിത് ചോദിച്ചു. അപ്പോൾ അത് തിരുത്തി പറയാൻ എനിക്ക് തോന്നിയില്ല. ആ സമയത്ത് സത്യയ്ക്ക് ഒരു സഹായം വേണമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പിന്നെ പറയാണ്ടിരുന്നത് പറഞ്ഞിട്ടൊക്കെ അതൊക്കെ നമ്മുടെ വിഷ്ണുവിന് അറിയില്ല കേട്ടോ. അപ്പോൾ വിഷ്ണു അതൊക്കെ കേൾക്കുമ്പോൾ നെട്ടുകയാണ്. അപ്പോൾ ആ സത്യങ്ങൾ, ഇപ്പം നടന്ന സത്യങ്ങൾ പറയാൻ വേണ്ടിയായിരുന്നു നമ്മുടെ വിഷ്ണു വന്നത്. പക്ഷെ അത് പറയാനുള്ള ഒരു സാഹചര്യം ആയിരുന്നില്ല. അവനുള്ളതുകൊണ്ട് വിഷ്ണു ഒന്നും പറയാണ്ട് അങ്ങനെ പോയിട്ടോ. അപ്പോൾ ഇതൊക്കെ ആയിരിക്കും ഇന്നത്തെ എപ്പിസോഡ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.